ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു കുക്കറിലോട്ട് കുറച്ച് തൂരപ്പരിപ്പും പിന്നെ ഇതിലേക്ക് ഒരു ചുരക്കയുടെ കുറച്ച് ഒരു കാൽ ഭാഗമൊക്കെ എടുത്ത് അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടൊരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം തൂരപ്പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചല്ലോ, അതിൽ ഒരു കാൽ ഭാഗം ചുരക്ക, ഒരു വലിയ ചുരക്കേൻ്റെ കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ. അത് അതിൻ്റെ അകത്തെ ആ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്ലീൻ ആക്കി ഇതുപോലെ നരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. ഒരുപാട് വലിയ തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ തക്കാളി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ നരഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു ചെറിയ ഒരു സവാള, അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർക്കണേ. ഞാനിവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം ഒരു 4 വിസിൽ കേൾക്കുന്നവരെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഞാനിത് അടുപ്പത്തേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട 4 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ദാണ്ട നമ്മൾ ഇട്ട് കൊടുത്ത ചുരക്കയും പരിപ്പും എല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഇനി ദാണ്ട ഇതുപോലെ നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം എത്തുമ്പോഴേക്കും നമുക്കിതെല്ലാം ഇനി ഒന്ന് ഉടച്ചെടുക്കണം. കുറച്ചും കൂടെ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് ഇട്ട് ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഓൾറെഡി പരിപ്പെല്ലാം നല്ല ഉടഞ്ഞു പോയിട്ടുണ്ട്. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു താളിപ്പും കൂടെ ആവാം. താളിപ്പും കൂടെ ചേർക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേങ്കിൽ ഞാനിപ്പോൾ എണ്ണ പൊതുവേ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ താളിപ്പ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ദാണ്ടെ നല്ല അടിപൊളി ഒരു പരിപ്പ് കറിയാണ്. ഇതിന് ചൂട് ചോറിനൂടെ അങ്ങോട്ട് ഒഴിച്ച് ഇതിൻ്റെ കൂടെ സൈഡിൽ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതായാലും മതി, ചേർത്തങ്ങോട്ട് കഴിക്കണം. പൊള്ളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചുരക്കി വെച്ച് പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു റെസിപ്പിയുമായിട്ട് അപ്പം വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.